എറേഴ്സ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആരോഗ്യം ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെഡിക്കൽ കോഡേഴ്സ് ഈ ഫയലിന് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഈ ഒരു ഡാറ്റയാണ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിംസിന് വേണ്ടിയിട്ടും ബില്ലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടും മെഡിക്കൽ കോഡേഴ്സ് ഡയറക്ട്ലി പേഷ്യൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊരു ബാക്ക് ആൻഡ് ജോബാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പോസിബിൾ ആണ്. ഡിഗ്രി കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും പഠിക്കാൻ പറ്റും. MBBS ഡോക്ടേഴ്സ് അടക്കം ചിലപ്പോൾ വന്ന് പഠിക്കാറുണ്ട് നമ്മുടെ അടുത്ത്. ഒരു വൈറ്റ് കളർ ജോബ്, ഒരു IT ഇൻഫ്രയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ശരിക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടൈം കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ നല്ല രീതിയിൽ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. നോർമലി ഒരു മെഡിക്കൽ കോഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ IT-ലാണ് അവർ വർക്ക് ചെയ്യുന്നത്. കൺസൾട്ട് ചെയ്ത് വരുന്ന ഒരു പേഷ്യന്റ് ഫയലിന് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ ഡോക്യുമെന്റേഷൻ പ്രോസസ്സാണ് ഒരു മെഡിക്കൽ കോഡർ ജോബ് എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫയലിൽ നോർമലി എഴുതാറുണ്ട്. ആ ഒരു കാര്യങ്ങൾ, ഇപ്പോൾ അസുഖങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാവും, അതിനെടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ടെസ്റ്റുകൾ ഉണ്ടാവും, ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെഡിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫയലിനെയാണ് മെഡിക്കൽ കോഡേഴ്സ് അവരുടെ പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവും. ഈസിയാണ്, പക്ഷെ അതിനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് ക്വൈറ്റ് ഈസി. പക്ഷെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ആളുടെ ഹെൽത്ത് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ്. വളരെ സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് അതിൽ എറേഴ്സ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഈസിയാണ്, പക്ഷെ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആരോഗ്യം ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ലോയുടെ അത്രയും ഒരു പവർ കുറവാണെങ്കിൽ പോലും പുറത്തെ രാജ്യങ്ങളിൽ ഒരു ക്രിമിനൽ കേസിനേക്കാൾ വലിയ ലെവലിലാണ് ഈ ഒരു ഹെൽത്ത് കെയർ ഡാറ്റയിൽ വരുന്ന മിസ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വരുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്. സോ മെഡിക്കൽ കോഡേഴ്സ് ഈ ഫയലിന് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. കാരണം അതിൽ വരുന്ന ഓരോ മിസ്റ്റേക്സും ഒരു പക്ഷേ ഇപ്പോൾ ചെയ്ത ഫയലാവും മേ ബി ആഫ്റ്റർ 5 years അല്ലെങ്കിൽ 10 years കഴിഞ്ഞിട്ട് ആ പേഷ്യന്റ് തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈ ഫയലാവും റെഫർ ചെയ്യുന്നുണ്ടാവും. സോ അന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലും അവരുടെ ട്രീറ്റ്മെന്റിനൊക്കെ അത് ഇമ്പാക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഡാറ്റയാണ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിംസിന് വേണ്ടിയിട്ടും ബില്ലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടും ഒക്കെ വരുന്നത്. സോ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ ഇതെല്ലാം എല്ലാറ്റിനും എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ബാക്കിയുള്ള എല്ലാ ജോലികളും അങ്ങനെ തന്നെ നമ്മളെല്ലാം റിപ്പീറ്റീവ് ആണ്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഹാൻഡിൽ ചെയ്യുന്നത് ഓരോ പേഷ്യൻസിന്റെ ഫയലുകളാണ്. ഓരോരുത്തരുടെയും സിനാരിയോസ് അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം, ഇപ്പം നമുക്ക് ഒരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. സിംറ്റംസ് എന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും പനി വന്ന് പോകുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആവും. മേ ബി വേറെ എന്തെങ്കിലും റീസൺസ് ആണ്. അപ്പോൾ ആ ഒരു ഫയലുകളും ഡിഫറെൻ്റ് ആയിട്ടാണ്, ഡിഫറെൻറ്റ് കേസുകളായിട്ടാണ് വരുന്നത്. സോ അതിലൊരു ബോറിംഗ് എന്ന് പറയുന്നത് ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ, പുതിയ സിനാരിയോസ്, പുതിയ പേഷ്യൻസിന്റെ കണ്ടീഷൻസ്, ഇതെല്ലാം അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ലൈക്ക് എന്താ പറയുക, നമ്മളൊരു പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത്. മെഡിക്കൽ കോഡേഴ്സ് ഡയറക്ട്ലി പേഷ്യൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊരു ബാക്ക് ആൻഡ് ജോബാണ്. കാരണം അവർ വർക്ക് ചെയ്യുന്നത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലാണ് അവർ കൂടുതൽ ഉണ്ടാവുക. സോ ആ പേഷ്യന്റ് ഫയൽ അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനീസിലും ഡോക്യുമെന്റേഷൻ പ്രോസസ്സിലേക്കാണ് അവരുടെ ഇൻവോൾവ്മെന്റ്. സോ ഡയറക്ട്ലി അവരൊരിക്കലും പേഷ്യൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നില്ല. സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ ആണ്. ഡിഗ്രി കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും പഠിക്കാൻ പറ്റും. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BSc ഗ്രാജുവേറ്റ്സ്, ഡോക്ടേഴ്സ്, MBBS ഡോക്ടേഴ്സ് അടക്കം ചിലപ്പോൾ വന്ന് പഠിക്കാറുണ്ട് നമ്മുടെ അടുത്ത്. മെഡിക്കൽ കോഡിംഗ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ BSc കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് അവർക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒരു വൈറ്റ് കളർ ജോബ്, ഒരു IT ഇൻഫ്രയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ശരിക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോങ് ടൈം കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ നല്ല രീതിയിൽ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്.
സ്ട്രെസ്ഫുൾ ഇൻ ദ സെൻസ് ഏത് ജോബിനും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി നോക്കാം. സെക്യൂരിറ്റി പേഴ്സൺ അടക്കം അവർക്ക് അവരുടേതായ സ്ട്രെസ് ഉണ്ട്. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ഒരു ചേച്ചിമാർ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവർ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, വലിച്ചിടുന്നുണ്ട്, തിരിച്ചു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൽ ഏതൊരു ജോബിനാണെങ്കിൽ അതിൻ്റെതായിട്ട് രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. സ്ട്രെസ് എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സ്ട്രെസ് തന്നെയാണ്. അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നിടത്താണ് ആ ഒരു ജോബിന്റെ ഈസിനെസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാൻ നമുക്കറിയാം ഏറ്റവും നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതേപോലെ തന്നെ എപ്പോഴും വേണ്ടതാണ്, മനുഷ്യന്മാരുള്ളിടത്തോളം കാലം വേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ എന്നുള്ളത്. സോ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ജോബല്ല. അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത്. എപ്പോഴും കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ടാണ് ഈ ഒരു കോഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള ജേർണി എന്നുള്ളത്. എപ്പോഴും ഒരു കോഡിങ് കഴിഞ്ഞൊരു കുട്ടി ആദ്യമായിട്ടൊരു കമ്പനിയിൽ വരുന്ന സമയത്ത് ഒരു ട്രെയിനി ആയിട്ടാവും വരുന്നുണ്ടാവും. സോ ഇറ്റ് മേ ടേക്ക് ലൈക്ക് 3 to 6 months അവരൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. അതിനുശേഷം അവർ ജൂനിയർ കോഡർ എന്നുള്ള സെഗ്മെന്റിലേക്ക് അവർ മാറുന്നുണ്ടാവും. അതിനുശേഷം അവർ സീനിയർ കോഡർ, ദെൻ അവർക്ക് ടീം ലീഡർ, ഒരു ടീമിനെ ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലും ഒരു പ്രൊജക്ടിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്കും അവരെത്തുന്നുണ്ടാവും. അതിനുശേഷം നോർമലി ഏത് കമ്പനിയിലും വരുന്ന പോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ, ജനറൽ മാനേജർ, അങ്ങനെ ഒരു ഹൈറാർക്കി അപ് ടു ഒരു CEO ലെവൽ വരേക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയാണ്. സോ അതിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വെർട്ടിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരുപാട് വെർട്ടിക്കൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ കോഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിലേക്ക് പോകാൻ പറ്റും. ബില്ലിംഗ് വരുന്നുണ്ട്, ദെൻ ഓഡിറ്റിംഗ് വരുന്നുണ്ട്, ക്വാളിറ്റി QA/QC എന്ന് പറയുന്ന ക്വാളിറ്റി ചെക്കിങ്ങിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ട്രെയിനിങ് ലെവൽസ് ഉണ്ട്, ട്രെയിനേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. അങ്ങനെ പല രീതിയിലേക്ക് പോകാം. അതിൽ മാനേജർ റോൾസിലേക്ക് മാറാൻ പറ്റും. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ റോളിലേക്ക് അവർക്ക് കരിയർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്.